ഹലോ, ഈ ഓഫീസിൽ ആകെ കിണ്ണൻ ചരക്കുകളാണല്ലോ. എന്താ പറഞ്ഞേ? മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. അൻസിബയ്ക്കെതിരെ ടിനി ടോം നടത്തിയ ഊളക്കേസ് പരാമർശത്തിനും മതം മാറ്റ വിവാദത്തിലും തെളിവായി വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത്. രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ചാറ്റിന് പുറമെ അൻസിബ ആരെയും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവിന്റെ മകന്റെ ഓഡിയോ സംഭാഷണവും പുറത്തു. ലക്ഷ്മിപ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. എന്റെ തൊപ്പി പോയി ഉറപ്പായി. അല്ല പിന്നെ അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്ത പരാതിയിൽ. അപ്പൊ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനി ഒരു സമീപനം? എല്ലാ അമ്മമാരും കൂടെ പറഞ്ഞിട്ടാ ഞാനെതിരെ സാക്ഷി പറഞ്ഞത്. കൊടുക്കാൻ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞേക്കാം. എന്താ നിന്റെ ഉദ്ദേശം? അരി വെക്കാമെന്നവൻ അടി എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഭയങ്കര മോശമാണത്. പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ബാക്കിയെല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. വർഗീയവാദി ഡെമോക്രാറ്റിക് റാസ്കൽ. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. പ്രതീക്ഷിക്കണ്ട, ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണ